സിനിമ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആർട്ടിസ്റ്റിന് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പുറകിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പേര് വേണം. പിന്നെ ഞാൻ വന്ന സമയത്ത് ഞാൻ 8th പഠിക്കുമ്പോഴാണ് ഫിലിമിൽ വന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ അങ്ങനെ ഒരു ഗാർഡിയനായിട്ട് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ എല്ലാം പഠിച്ചു വരികയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള നമ്മളെ തന്നെ ഫ്രണ്ട്സും ഒക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്, അയ്യോ മുക്ത ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെ കുറച്ച് കോൺടാക്ട്സ് ഒക്കെ വെക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ വന്ന ആ സമയത്ത് അത് ചെയ്തിരുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഫിലിമിൽ കുറച്ച് നല്ല ഓഫേഴ്സ് ചെയ്യാമായിരുന്നു, നല്ല ഫിലിംസ് ചെയ്യാമായിരുന്നു. പിന്നെ എനിക്കും ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാനും കിട്ടിയ 2-3 ഓഫേഴ്സ് ഞാനും വേണ്ടാന്ന് വെച്ചു. അപ്പോൾ അത് റിലീസായി കഴിഞ്ഞപ്പോൾ അയ്യോ അത് വേണ്ട. പക്ഷേ മിസ് ചെയ്തത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാതെ പോയത്. ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിട്ട് കുറച്ച് ദിവസം വർക്കില്ലാതെ നമ്മളിങ്ങനെ വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ ആലോചിച്ച് പോകുമല്ലോ, അയ്യോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനത്തെ ഒരു വിഷയം. പക്ഷെ ഞാൻ കുഞ്ഞിലേ മുതൽ ഞാൻ ഈ ഫീൽഡിൽ വരണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോഴും ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഈ കഴിവെന്ന് പറയുന്ന കാര്യം ആർക്കും നശിപ്പിക്കാൻ പറ്റുന്നതല്ല. അത് എൻ്റെ ഉള്ളിൽ എനിക്ക് ദൈവം തന്നിട്ടുള്ളത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പം ഞാനതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്കിപ്പോൾ എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഫിലിം ഫീൽഡിൽ തന്നെ. ഇപ്പോൾ ലാൽ സാറാണെങ്കിലും എൻ്റെ ആദ്യ ഗുരു, സത്യൻ സാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നല്ലൊരു കോൺടാക്ട്സ് എന്നെ ഇടയ്ക്ക് വിളിച്ച് എനിക്കൊരു പ്രശ്നം വന്നപ്പോഴും അവരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ കുറച്ച് നേരം നമ്മളിങ്ങനെ വല്ലാതിരിക്കുമ്പോൾ ഞാൻ അവരെ വിളിക്കുമ്പോൾ അവർ തരുന്ന അവരുടെ സംസാരത്തിലൂടെയുള്ള ഒരു ശക്തിയുണ്ടല്ലോ. അവർ തന്നെ പറയും, ചിലപ്പം ഈ ഫീൽഡിലുള്ളൊരു പ്രശ്നമാണ്, ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം ഈ ഫീൽഡിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ സമയം ശരിയല്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്തോ അവരിങ്ങനെ അവർ പറയുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത്, ചിലപ്പോൾ മോളുടെ സമയം ആയിട്ടുണ്ടാവില്ല അങ്ങനെ പറയും. അപ്പോൾ നമുക്കതൊരു പ്രതീക്ഷയാണല്ലോ, നമുക്ക് തരുന്ന നല്ലൊരു പ്രതീക്ഷയാണ് തരുന്നത്. അപ്പോൾ ഞാനും വിചാരിക്കുന്നു നമുക്ക് കുറച്ചുകൂടെ ടൈമുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഇനി നല്ല ഒരു ക്യാരക്ടേഴ്സ് വന്നാൽ ചെയ്യാൻ പാടില്ലായില്ലല്ലോ. ഞാൻ ഒട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരാളുടെ സമയം ശരിയല്ലാത്തത് കൊണ്ടാണ് ആ പണം. ചില ആൾക്കാർ പറയും, ഞാനിങ്ങനെ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ആ ഹീറോയിന് ഒട്ടും രാശിയില്ലാത്തൊരു ഹീറോയിനാണ്. അത് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഈ പറയുന്നത് എനിക്കതറിയില്ല. പക്ഷെ അവർ പടങ്ങൾ ചെയ്യുന്നുണ്ട്, അത് ആ ഒരു ഹീറോയിൻ്റെ ഒരു പ്രശ്നം കൊണ്ടല്ല. ചിലപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇത് ഉണ്ടാവില്ല, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ ആ ഒരു ഇതും ആ ഒരു ഹീറോയിൻ്റെ മേലിൽ കൊണ്ടിടുന്നത് പറയുന്നത് വളരെ വിഡ്ഢിത്തരമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ സമയത്തിലൊന്നും എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. നമ്മളെല്ലാവരും തുല്യ മനുഷ്യരാണ്, എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഒരു ഈക്വൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. പക്ഷെ നമുക്കും ഈ ഫിലിമിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലാണെങ്കിൽ നമുക്ക് വേറൊരു ജോബിന് പോയി നോക്കാം, ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് നമുക്ക് തിരിയാം. പക്ഷെ ഇതിലങ്ങനെ പറ്റില്ല. നമ്മൾ പൂർണ്ണമായിട്ടും സിനിമയെ തന്നെ വിശ്വസിച്ച് സ്നേഹിച്ച് അതിൽ നിൽക്കുമ്പോൾ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രതീക്ഷയാണെല്ലാം. ഞാൻ എൻ്റെ ആദ്യ ഗുരു ലാൽ സാർ, എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ലാൽ സാറിൻ്റെ വരുന്ന ഓരോ ഫിലിമിലും അതിൽ അഭിനയിച്ച കുട്ടികൾ തന്നെ വീണ്ടും അഭിനയിക്കാനുണ്ട്, അപ്പോൾ ഞാൻ മാത്രമേ അതിനകത്ത് ചെയ്യാത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇന്ന് ലാൽ സാറിൻ്റെ ഫിലിമിൽ മുക്ത എന്താ ഇല്ലാത്തത് അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, സാർ എന്നെ എന്താ ഇനി വിളിക്കില്ലേ എന്ന് ഞങ്ങളിങ്ങനെ ഒരു ഓസ്ട്രേലിയൻ ട്രിപ്പ് പോയപ്പോൾ ചോദിച്ചിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ വിളിക്കാറുണ്ട്, പക്ഷേ അച്ഛനുറങ്ങാത്ത വീട്ടിൽ നീ എനിക്ക് തന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിപ്പോൾ ഈ കഴിഞ്ഞ ഒരു ദിവസങ്ങളിലും വേറൊരു ഇൻ്റർവ്യൂവിൽ സാർ അത് ഓപ്പണായിട്ട് പറഞ്ഞു. സാറിൻ്റെയൊക്കെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കേൾക്കുക എന്ന് പറയുന്നതിലും വലിയൊരു അവാർഡ്, വേറൊരു അംഗീകാരം ഒരു ആർട്ടിസ്റ്റിനും കിട്ടാനില്ല. കാരണം ഞാൻ കൊണ്ടുവന്ന കുട്ടികളിലെ ഏറ്റവും മിടുക്കിയായിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ് മുക്ത. അച്ഛനുറങ്ങാത്ത വീട്ടിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നന്നായി ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് അവർ തന്നെ പറയുമ്പോൾ അതിലും വലിയൊരു ക്രെഡിറ്റ് നമുക്ക് കിട്ടാനില്ല.
അദ്ദേഹം കൊണ്ടുവന്ന നായികമാരിൽ ഏറ്റവും മിടുക്കി ഞാനാണെന്ന് പറയുന്നതിലും വലിയൊരു ഗിഫ്റ്റ് എനിക്ക് കിട്ടാനില്ല. ഇനിയിപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ ഫിലിമിൽ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ കൂടി ആ ഒരു അംഗീകാരം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുവന്ന ഒരു വ്യക്തി തന്നെ പറയുമ്പോൾ അത് വലിയൊരു ഗിഫ്റ്റായിട്ട് തന്നെ ഞാൻ കാണാറുണ്ട്. നമുക്ക് പറ്റുന്ന ഒരു ക്യാരക്ടർ കിട്ടാതെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെയും മനസ്സിലുണ്ടാവും നമ്മുടെ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനെയായിരിക്കണം, ആ ഒരു ഫിഗർ ഇങ്ങനെയായിരിക്കണം. അത് ചിലപ്പോൾ എനിക്ക് ഉണ്ടായിട്ടെന്ന് വരില്ല. ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ച ഫിലിമിൽ പിന്നെ വെറുതെ അദ്ദേഹം എന്നെ ഈ എൽസമ്മ എന്ന ആൺകുട്ടിയിൽ വിളിച്ചിരുന്നു. അപ്പോൾ വേറൊരു ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫിലിം സ്റ്റാർ നടക്കായതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വിളിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പം ഇങ്ങനെ ചില ഒരു ഇത് വരുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഇതും കൊണ്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് സംഭവിക്കാറുണ്ട്. ഇപ്പം ഞാൻ അതിനു വേണ്ടി ഞാൻ തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ തമിഴിലൊക്കെ നമുക്ക് മാനേജേഴ്സിന്, ഇപ്പം മലയാളത്തിൽ അതിൻ്റെ ആവശ്യമില്ല, തമിഴിൽ ചില ആർട്ടിസ്റ്റുകൾ അങ്ങനെ വെക്കാറുണ്ട് മാനേജേഴ്സിന്. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഞാൻ കയറി വന്ന സമയത്ത് എൻ്റെ അറിവ് വെച്ചുകൊണ്ട് ഞാനൊരു വ്യക്തിയെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി എന്നെ നന്നായിട്ട് നമ്മൾ ഓരോ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നമ്മുടെ ഫോട്ടോ കൊണ്ടുപോയി കാണിച്ച് അത് നന്നായി സംസാരിച്ച് അത് നമുക്ക് ആ ഒരു ഓഫർ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാനേജേഴ്സിന് വയ്ക്കുന്നത്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്ത വ്യക്തി അവിടെ നന്നായിട്ട് വർക്ക് ചെയ്തില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വന്ന സമയത്ത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, എനിക്ക് കുറച്ച് കോണ്ടാക്ട്സ് കൂടുതലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാവരും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ പൊതുവേ സൈലൻ്റ് ടൈപ്പാണ്. ഞാൻ ജസ്റ്റ് കാണുമ്പോൾ ഉള്ള ഹായ് ബായ് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കോണ്ടാക്റ്റ് ഞാൻ ആരുമായിട്ട് ഞാൻ വെക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നസ്രാണി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ ജോഷി സാറായിട്ടൊരു കോണ്ടാക്റ്റ് വെച്ചിരുന്നു. ഫിലിം റിലീസായി കുറച്ച് നാളായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോഷി സാറിനെ വിളിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, ഞാൻ വിചാരിച്ചു മുക്ത അഭിനയം നിർത്തി. അപ്പോൾ അവരെന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഒരു കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വിളിക്കുമ്പോഴായിരിക്കും ഈ ക്യാരക്ടർ മുക്തയ്ക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന് ചിലപ്പോൾ അവരൊക്കെ അപ്പോഴായിരിക്കും അവർ ചിന്തിക്കുക. എനിക്ക് എന്താ അറിയില്ല, ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ പൊതുവേ സംസാരം കുറവായിരുന്നു. സ്കൂളിലും കുറവാണ്, ഇപ്പോൾ ഒട്ടുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അപ്പോൾ വന്ന സമയത്ത് അമ്മയ്ക്ക് ഇപ്പോഴും പേടിയാണ് ഫിലിം ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ അമ്മ പറയും ആരോടും മിണ്ടരുത് കേട്ടോ എന്നൊക്കെ പോയി അങ്ങനെ പറഞ്ഞ് ആ ഒരു പേടി എന്തോ വല്ലാതെ മനസ്സിൽ കിടപ്പുണ്ട് എൻ്റെ. പിന്നെ സംസാരിക്കാതിരിക്കുകയാണ്, സംസാരം കുറവാണ് ഈ ഫീൽഡിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. നമ്മൾ സംസാരിച്ചെന്തെങ്കിലും അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതിലും നല്ലത് നമ്മൾ മിണ്ടാതെ സൈലൻ്റായിട്ട് എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരിക്കുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയും അയ്യോ ആ കുട്ടി അത് എന്താണ് സാധനം എന്ന് പറയും. അപ്പോൾ അതിലും ഭേദം നമ്മളായിട്ട് ഒതുങ്ങി മാറിപ്പോകുന്നല്ലേ. അങ്ങനെയില്ല, ഇതിപ്പോൾ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ അത് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എനിക്കുണ്ടായിരുന്ന കുറച്ച് പ്രശ്നമുണ്ടായിരുന്ന ഒരു സമയത്ത് ഞാൻ അത് തന്നെ വിചാരിച്ച് ഞാൻ ആകെ ഡള്ളായി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാം വരുന്നത് എല്ലാം നല്ലതിന് എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോകാവുന്നത് അത്രയേ പറയാനുള്ളൂ. അല്ലാണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ, എനിക്ക് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ മോശമായിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഫിലിമിൽ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കുട്ടിയാണ് ഒത്തിരി ലെവലിൽ എത്തണം. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ കുറേ ഓഫേഴ്സ് കുറഞ്ഞിരുന്നു. അതൊക്കെ അങ്ങനെ ആലോചിച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട, ഇനി എനിക്ക് സിനിമ വേണ്ട എന്ന് വിചാരിച്ചിരുന്നാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറയും എന്താണ് ഈ കുട്ടിക്ക് ഇത്ര സിനിമയോട് എന്താ ആഗ്രഹം എന്ന് ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പാടില്ല. ഞാൻ കുഞ്ഞിലേ മുതൽ വേറെ എത്രയോ ഫീൽഡുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാനും. ചിലപ്പോൾ നേഴ്സിങ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ഫീൽഡ് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ സിനിമയെ പ്രണയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആഗ്രഹിക്കുന്നു. ഞാൻ ഇടയ്ക്ക് ഞാൻ അമ്മയോട് പറയും, ഞാൻ വയസ്സാവണ വരെ ഞാൻ അഭിനയിക്കും എന്ന് ഞാൻ പറയും. അത് ചിലപ്പോൾ അത്രയും ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും. നടന്നു എന്നൊന്നും വരില്ല, പക്ഷേ എന്തോ. സിനിമ എന്ന് പറയുന്നത് നമുക്ക്, ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറയില്ലേ കാശുള്ളപ്പോഴേ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. സിനിമ ഉണ്ടെങ്കിൽ എല്ലാവരും
നമ്മുടെ ഒപ്പം ഉണ്ടാവും. സിനിമ ഇല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് എപ്പോഴോ തോന്നിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ ഉള്ളപ്പോൾ എല്ലാവരുമായിട്ടുള്ളൊരു കോണ്ടാക്ട്സ് നമ്മളെ വിളിക്കും, നമ്മളെ വിളിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പലരും. ഇല്ലെങ്കിൽ ആരും ഒരു കോള് നമുക്ക് വരാറില്ല. അങ്ങനെയൊക്കെ എനിക്ക് ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അതല്ലാതെ പുറത്ത് നിന്ന് എനിക്ക് എൻ്റെ മുക്ത എന്താണെന്ന് അറിയുന്ന ഒരേ ഒരു വ്യക്തി ഈ ലോകത്തിലുള്ളൂ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. എനിക്കൊരു ഫാദറുണ്ട്, ഒരു പോട്ടയിൽ. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്ത്യനാണ്. അപ്പോൾ പോട്ട ആശ്രമത്തിൽ എന്നെ അറിയുന്ന മുക്ത എന്ന് പറയുന്ന ഒരു ഫുൾ ഫിഗർ എന്താണെന്ന് അറിയുന്ന ഒരേ ഒരു ആളെ ഈ ലോകത്തിലുള്ളൂ എന്ന് എനിക്ക്. അമ്മയുടെ അടുത്ത് നമുക്കൊരു പരിധി വിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഒരു ഗാർഡിയൻ, എൻ്റെ ഓൾ ആൻഡ് ഓൾ എന്ന് പറയാനായിട്ട് എനിക്കൊരു അച്ഛനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരുപാട് സംസാരിക്കും. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് മനപ്രയാസം ഉണ്ടെങ്കിലും സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒരാഴ്ച അവിടെ പോയി താമസിച്ച് നമുക്കൊരു ഹീലിംഗ് കിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. അപ്പോൾ അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ ലോകത്തിൽ മുക്ത എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റിന് എന്തെങ്കിലും പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും അതറിയാവുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ്. ചില സമയത്ത് ഞാൻ ആലോചിക്കാറുണ്ട്, ഇപ്പോൾ കുറേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ ചില ആൾക്കാരെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ എനിക്ക് വിളിക്കൽ കുറവാണെന്ന് പറഞ്ഞല്ലോ, ഈ വിളിച്ച് അങ്ങോട്ട് ചോദിച്ച് നമ്മളൊരു ഫിലിം ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും എനിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്, ദൈവമേ, ചില സമയത്ത് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ഇരുന്ന് എല്ലാവരുമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പറയായിരുന്നു, പൈസ ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തിനാണ് നമ്മൾ സിനിമ ചെയ്യണമെന്നൊക്കെ അവരിങ്ങനെ ഇരുന്ന് സംസാരിക്കും. അപ്പോഴും എൻ്റെ ഈ ഒരു പ്രശ്നം അഭിനയമാണ് എൻ്റെ പ്രശ്നം. എനിക്ക് കുറേ അഭിനയിക്കാൻ, എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല, എനിക്കിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്നാൽ മതി ഞാൻ അമ്മയോട് പറയും. പക്ഷേ നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ ഞാനാണ് വീട് നോക്കുന്നത്, ഞാനാണ്. ചേച്ചിയുണ്ട്, ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ്. എല്ലാം ചെയ്യുന്നത് നമ്മളിലൂടെയാണ്. അപ്പോൾ പൈസ ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഫിലിമിനേക്കാൾ ഉപരി എനിക്ക് ഷോസാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. ഞാൻ പുറത്ത് ഒരുപാട് ഷോസ് ഞാൻ വിദേശത്ത് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൂടെ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഞാൻ ഷോ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഏജിൽ ഈ ഒരു 20 വയസ്സിനുള്ളിൽ എനിക്കൊരു വീട് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ ചില ആൾക്കാരിങ്ങനെ ഇരുന്ന് പറയും, അയ്യോ ആ കൊച്ചിന് പഠിക്കാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെ ചില ആൾക്കാരിരുന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും, എൻ്റെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഈ ഒരു വയസ്സിൽ അത് എറണാകുളത്തെ ഒരു വീടെന്ന് പറയുന്നതാണല്ലോ നമ്മളൊരു സ്വപ്നം എന്ന് പറയുന്നത്, ഒരു വീടാണല്ലോ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷമമൊന്നും തോന്നാറില്ല. എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അതിലേക്ക് ആയിപ്പോവും. എനിക്ക് ഈ ഒരു ഇതിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലേ തന്നെ എനിക്ക് ഒരു 100 കൂട്ടം പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് പോയല്ലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് ഒരു സ്ഥലത്തും എനിക്ക് ലെവൽ ചെയ്ത് പോകാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിലുപരി കുറേ കാര്യങ്ങൾ ദൈവം എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നു, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നു, അല്ലേ? അതൊക്കെ വലിയൊരു കാര്യമാണ്. എനിക്ക് ചീത്തയായിട്ടുള്ളൊരു അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല. ദൈവം സഹായിച്ച് എനിക്ക് എന്തുകൊണ്ടും അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഒരുപാട് ട്രിപ്പ് പോയിരുന്നെങ്കിലും ഞാൻ ഈ ലാസ്റ്റ് മന്ത് മെയിൽ ഞാൻ US ട്രിപ്പ് പോയിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഈ 2012 എൻ്റെ ഏറ്റവും നല്ല മാസമായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. ഈ ഒരു ഏപ്രിൽ മെയ് മാസം നല്ലൊരു ട്രിപ്പ്, നല്ല ഷോ, നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അതും ഞാൻ കണ്ടംപററി സ്റ്റൈലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് എനിക്ക് അത് പരീക്ഷിക്കാൻ പറ്റി. അതിന് നല്ലൊരു റെസ്പോൺസ് അവിടെ കിട്ടി, നല്ല ക്ലാപ്സ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്ന ക്ലാപ്സാണ് ഏറ്റവും വലുത്. അപ്പോൾ നല്ലൊരു ട്രിപ്പ്, കുറേ സ്ഥലങ്ങൾ, യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്നൊക്കെ പറയുന്ന അത്രയും വലിയൊരു സ്റ്റുഡിയോ ഒക്കെ കാണാൻ പറ്റാന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് നടക്കുമെന്ന് പോലും എനിക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
ഒരുപാട് പേര് ഈ പ്രസൻറ്റ് കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണെങ്കിലും എന്തിനാ മുക്ത ഇങ്ങനെ ടെൻഷൻ അടിക്കണേന്ന് എൻ്റെ അടുത്ത് ചോദിക്കും വിളിക്കുമ്പോൾ. എനിക്ക് ടെൻഷൻ കഴിഞ്ഞിട്ട് ഒരു നേരമില്ല. ഒരു പക്ഷേ എനിക്ക് വീട്ടിലെ കാര്യങ്ങളും ഇതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനിലാണ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോൾ വിളിച്ചാലും എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ, ചേച്ചിയുടെ കാര്യങ്ങൾ, എൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, നാളത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പം എനിക്കിങ്ങനെ ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാര്യം നന്നായിട്ട് പോകണം, ഇന്ന് എന്ത് നമുക്ക് കഴിക്കാൻ പറ്റും, ഇന്നത്തെ കാര്യം എങ്ങനെ നമ്മൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടേ, അങ്ങനെ പോയില്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്തിനാ ഒരു ലൈഫ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. നമ്മൾ അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് കരുതിയില്ലെങ്കിൽ നാളെ നമ്മുടെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് ആരും ചിന്തിക്കുന്നില്ല. അതെനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തെ കുട്ടികളുടെ എന്താ അങ്ങനെ, എൻ്റെ ചേച്ചി തന്നെയാണെങ്കിലും അങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, നമ്മൾ ഇന്ന് സേവ് ചെയ്താലേ നമുക്ക് നാളത്തേക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് വല്ലാതെ ഞാൻ ആലോചിക്കാറുള്ളൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലെവലിൽ എന്താ ആൾക്കാർ ചിന്തിക്കുന്നതെന്ന്. പ്രധാനമായിട്ടുള്ളൊരു ടെൻഷൻ എന്താ പറയുക, ചില ആൾക്കാർ എന്ന് വെച്ചാൽ ഫിലിമിന് പുറത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടുകാർ ഇപ്പോഴും സിനിമയെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയാണ്, അവർക്കൊരു പേടിയാണ്. അവർക്ക് എൻ്റെ കസിൻസിനാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെയാണെങ്കിലും ഒരു പേടിയാണ്. ഉയ്യോ, ആ കുട്ടിക്ക് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, ആ കുട്ടിക്ക് ഇനി ഒരു ലൈഫ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കും ടെൻഷനാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ, സിനിമ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ്, അതിനൊരു വേറിട്ടൊരു ഭയങ്കര സംഭവമായിട്ട് കാണേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും ടെൻഷനാണ്, അയ്യോ നമുക്ക് ഇനി ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, ഒരു ലൈഫ് നമുക്ക് ഉണ്ടാവും, നല്ലൊരു ലൈഫ് കിട്ടുമോ, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. അതാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. പിന്നെ ഈ ഒരു കാര്യം, നമുക്ക് ഫിലിമിൽ നിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് നമ്മൾ ഈ പക്കാ ഹോംലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ തമിഴ് തെലുങ്കൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് ഒട്ടും പറ്റില്ല. അപ്പോൾ ഈ ആൾക്കാരുടെ പൊതുവേ ഉള്ള ഒരു ചിന്തയാണ്, ഗ്ലാമറസ് ആയിട്ട് അങ്ങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് ഒരു നല്ലൊരു ലൈഫ് കിട്ടില്ല. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകുമ്പോൾ നമ്മൾ ദൈവം ഇനി എങ്ങനെ ആ ഫിലിം ചെയ്യും, എങ്ങനെ ഒരു നല്ല ഓഫർ വന്നാൽ അത് എങ്ങനെ സ്വീകരിക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ. എനിക്കത് വല്ലാതെ ആലോചിച്ച് പോകുന്നൊരു കാര്യമാണത്. പൊതുവേ ഇപ്പം കണ്ടുവരുന്നതും വളരെ മോശമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ, പൊതുവേ എനിക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോഴത്തെ എല്ലാ കുട്ടികൾക്കുമുള്ള ഒരു ടെൻഷനാണ്. സിനിമ മാത്രമല്ല, അല്ലാതെ പുറത്തുള്ള കുട്ടികളും പേടിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കല്യാണം എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഡിവോഴ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഞാൻ വല്ലാതെ ഭയക്കുന്നുണ്ട്. കല്യാണം എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഒരുപാട് ഭയക്കുന്ന ഒരു കാര്യമാണ്. പണ്ടത്തെ ആൾക്കാർ പറയും, നമ്മളൊരു മലയോളം ആഗ്രഹിച്ചാലേ നമുക്കൊരു കുന്നോളം കിട്ടുമെന്ന് പറയും. അപ്പോൾ ഒരുപാട് സ്വപ്നം കണ്ടാലേ നമുക്ക് അതിൻ്റെ ഒരു പകുതി ഭാഗമെങ്കിലും നമുക്ക് നടന്നു കയറാൻ പറ്റുള്ളൂ. അത് ശരിയാണ്. പക്ഷെ ഞാനിപ്പോൾ സ്വപ്നം കാണൽ ഞാൻ വളരെ ഉപേക്ഷിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഞാനങ്ങനെ എനിക്കൊരു വലിയൊരു ഫാമിലി ലൈഫ് ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. എനിക്ക് സാധാരണക്കാരിയായിട്ട് ജീവിക്കാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പറയും, ഇപ്പം ഞാൻ കുഞ്ഞിലേ മുതൽ ഞാൻ വളർന്നൊരു സിറ്റുവേഷൻ, ഞാനൊരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ എനിക്കത് ജീവിച്ച് നല്ല ശീലമുണ്ട്. ഇപ്പോൾ കുറച്ച് നമ്മളെ സേവ് ചെയ്ത് തുടങ്ങിയെങ്കിലും എനിക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കൊരു എനിക്കൊരു ജോലിയുള്ള ഒരു വ്യക്തി, സാധാരണ നമ്മളെ ഏറ്റവും വേണ്ടത് നമ്മളെ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ എന്താണ്, എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നന്നായി അറിഞ്ഞിരിക്കണം. ഞാൻ വന്ന സിറ്റുവേഷൻ, എനിക്ക് ഉണ്ടായിട്ടുള്ള കുറേ വിഷമം ഉണ്ടാക്കി തന്ന സിറ്റുവേഷൻസ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയാലേ എന്നെ സ്നേഹിക്കാനായിട്ടൊരാൾക്ക് പറ്റും. അപ്പോൾ അത് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു ഫാമിലിയിലേക്ക് കയറി ചെല്ലണമെന്നൊന്നും എനിക്കൊരാഗ്രഹമില്ല. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. സുഹൃത്തുക്കൾ പൊതുവെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും ഞാനൊരു ഡിസ്റ്റൻസിലേ ഞാൻ നിർത്തിയിട്ടുള്ളൂ. അതും എല്ലാവരോടും ഞാനൊരു ഹായ് ബായ് വിട്ട് ഞാൻ ഒരു ഓവർ ടോക്കിന് ഞാൻ ആരുമായിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മോശം സിറ്റുവേഷൻ
അങ്ങനെ വന്നിട്ടില്ല. അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല. നമുക്ക് നമ്മൾ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും സപ്പോർട്ട് തന്നത് അവരാണ്. അപ്പോൾ ഇനി അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു കാര്യം അതാണ്. അമ്മയെ നോക്കുക, അതുപോലെ ചേച്ചിയുടെ കല്യാണമൊക്കെയാണ് ഇനിയുള്ള ഒരു ടെൻഷൻ. അതാണ്, അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഇനി അതാണ് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട്. ഞാനങ്ങനെ ചെയ്തു കൊടുത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ബിഗ് സീറോ ആണ്. കാരണം ഏറ്റവും ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും അവരുടെ ഒരു ദൈവമായിട്ട് കാണുന്നത് ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് വിഷമം വന്ന സമയത്ത് അമ്മയുടെ ഫാമിലി മാത്രം നോക്കി പോയിരുന്നെങ്കിൽ എനിക്കിന്ന് ഇവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല. ഞാനൊക്കെ വേറെ ഏതോ ലെവലിൽ ഞാൻ പോയേനെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ നിൽക്കൂ, ഞാൻ പറയുന്നതാണ് ശരി എന്ന് അമ്മയ്ക്ക് തോന്നിയത് കൊണ്ടാണ് എനിക്ക് ഇന്നിങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. മിസ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് സ്കൂൾ ലൈഫ് എനിക്ക് നന്നായി മിസ് ചെയ്തിട്ടുണ്ട്. പഠിത്തം എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ചിലപ്പോൾ ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ടായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു നല്ല ഫീൽഡിലേക്ക് പോയേനെ. അത് ഞാൻ ഒരുപാട് ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. നമ്മളാ ഇങ്ങനെ സിനിമ എന്ന് പറയുന്ന ഇങ്ങനെ ഭ്രാന്ത് മൂത്ത് നിൽക്കുന്ന സമയത്ത് ചിലർ പറയല്ലോ, പ്രണയം ഇങ്ങനെ ഹൈ ലെവലിലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ തലയിൽ എന്ത് പറഞ്ഞാലും കീറില്ല എന്ന് പറയുന്ന പോലെ സിനിമ ചെയ്യണം എന്നുള്ളൊരു ഒറ്റ ലെവലിൽ നിന്നപ്പോൾ പഠിത്തം ആ ഒരു ഇതിലേക്ക് ഞാൻ വല്ലാണ്ട് ഡള്ളായി പോയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, നന്നായിട്ട് സൈറ്റിൽ പഠിത്തം കൊണ്ടുപോകാമായിരുന്നു എന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരുപാട് ഇപ്പോൾ മിസ് ചെയ്തൊരു കാര്യമാണത്. വിഷമം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എന്താ പറയുക, എനിക്ക് വരുന്ന ഓഫേഴ്സേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പോയി ചോദിച്ച് പിടിച്ച് ചെയ്തിട്ട് അതിലൊരു കാര്യമില്ല. അപ്പോൾ എനിക്ക് വരുന്നതിൽ നല്ലത് നോക്കി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചുകൂടെ കെയർ ചെയ്തിട്ടാണ് ഞാൻ എല്ലാ ഫിലിമും എനിക്ക് പരിചയമുള്ള ആൾക്കാരോടൊക്കെ ഞാൻ വിളിച്ച് ചോദിച്ച് അത് ചെയ്താൽ എനിക്ക് നന്നായിരിക്കുമോ, ഞാൻ ചെയ്താൽ നന്നായിരിക്കുമോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ്. നേരത്തെ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് വരുന്നത് ഞാൻ വേഗം പോയി അത് മിസ് ചെയ്യാതെ ഞാൻ വേഗം പോയി ചെയ്യാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്യണത്. ഇല്ല, നമ്മൾ പറയുന്നത് ഇതിപ്പോൾ മലയാളം എന്ന് പറയുന്നത് പൊതുവേ ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്കും ചോദിക്കാൻ പറ്റും. ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് തരാറുണ്ട്. അതിലങ്ങനെ ഇത് പിന്നെ എല്ലാവർക്കും നമ്മുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ബാർഗെയിനിങ് ആരും നടത്താറില്ല. സിനിമയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതെനിക്ക് തോന്നുന്നത് ഞാൻ മരിച്ചാലേ അത് അടങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിൽ ഒരുപാട് വലിയൊരു ഹൈ ലെവലിൽ എത്തണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഒരു സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ ഒരു തോട്ടേ എനിക്കില്ല. എനിക്ക് വരണം എന്നുണ്ട്. എനിക്ക് ദൈവം തന്ന കഴിവ് എനിക്ക് മറ്റുള്ള ആൾക്കാരെ അറിയിപ്പിക്കാനായിട്ട് എനിക്കൊരു നല്ല അവസരങ്ങൾ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് അങ്ങനെ ഒത്തിരി പൈസ ഉണ്ടാക്കി എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല. എനിക്ക് ഇപ്പോൾ ഉള്ള കാര്യം എന്ന് പറയുന്നത് ചേച്ചിയുടെയൊക്കെ കല്യാണം നന്നായി കഴിപ്പിച്ച് കുറച്ച് നാൾ സിനിമ നിന്ന് എനിക്കും നല്ലൊരു ലൈഫ്, അത് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതല്ലാണ്ട് ഒത്തിരി പൈസ ഉണ്ടാക്കി അങ്ങനെ ഒരു ചിന്തയേ എനിക്കില്ല. അങ്ങനെ ഉത്തരം പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്രൈസിസ് എനിക്ക് വന്നാൽ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര ഒരു വീഴ്ച തന്നെയാണ്. ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഒരാളെ മനസ്സിലാക്കി അവരുടെ അടുത്ത് പെരുമാറുക എന്ന് പറയുന്നതാണ്, അതെനിക്ക് പലപ്പോഴും അതെനിക്ക് പറ്റിയിട്ടില്ല പലപ്പോഴും.
അത് അവരെ മനസ്സിലാക്കി അവരെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുമായിട്ട് അടുക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. അത് വേറെ കാര്യം. അത് വലിയൊരു ജീവിതത്തിൽ വേണ്ട ഒരു കാര്യമാണത്. ഒരാളെ ശരിക്കും മനസ്സിലാക്കിയിട്ടേ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എനിക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ചില ടെൻഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല, ദേഷ്യം എന്ന് പറയുന്നത് ഹൈ ലെവലിൽ നിൽക്കുന്ന പേഴ്സണാണ് ഞാൻ. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കുറച്ച് നല്ല കുട്ടിയാവണം എന്ന് ആഗ്രഹമുണ്ട്.